ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം? പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിൻ്റെ പൂർണ്ണത പറയാൻ കഴിയുക? നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഈ സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഈ കൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ, ഇന്ത്യയിലെ മതേതര മനസ്സ് ഈ സമൂഹത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട തിരുമേനിയും രണ്ട് വാക്ക് പറയും. ഛത്തീസ്ഗഡിലെ നമ്മുടെ രണ്ട് സഹോദരിമാർ അനുഭവിക്കുന്ന ആ ക്ലേശവും വേദനയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അതിലെ സഭയോടും ഈ സന്യാസിനിമാരോടുമുള്ള അനുഭാവം അറിയിക്കുകയും ചെയ്യുന്നതിനാണ് ഇവിടെ എത്തിയത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും സഭയുടെ സേവന മേഖലകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ദൂരെ നിന്ന് സംസാരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ദിവസത്തെ സന്ദർശനവും ഞങ്ങൾ ആ രീതിയിലാണ് എപ്പോഴും കാണുക. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം രാജ്യം ഒന്നായി ഗൗരവത്തോടെ എടുക്കേണ്ടുന്ന ഒരു വിഷയമായി നമ്മുടെ മുൻപിൽ ഈ രണ്ട് സഹോദരിമാരുടെ ചിത്രം വന്നിരിക്കുകയാണ്. അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് എന്നതിനേക്കാൾ അപ്പുറത്ത്, ക്രിസ്ത്യാനികളാണെന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. എന്നാൽ ഈ ഭാരതത്തിലെ രണ്ട് സന്യാസിനിമാർ സ്വന്തം ദേശത്ത് അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അത് കൃത്രിമമായി ചമച്ചുണ്ടാക്കുന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ പറഞ്ഞല്ലോ, ഈ മതപരിവർത്തനം ആരോപണമാണ്, അത് ശരിയല്ല എന്ന്. അതിനേക്കാൾ കൂടുതൽ മറ്റാരും അതേക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ടതുമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദേശം ഒന്നായി നിന്ന് ഈ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണം, അത് പ്രദാനം ചെയ്യുന്ന എല്ലാവർക്കുമുള്ള സുരക്ഷിതത്വം, ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഇവിടെ ജീവിക്കുവാനും കഴിയുന്ന ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ എല്ലാവരും ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ്. തിരുവനന്തപുരത്തെ കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് 4 മണിക്ക് രാജ്ഭവനിലേക്ക് ഒരു പ്രതിഷേധ റാലി സൂചകമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെയും നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും പ്രോത്സാഹനവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഇവിടെ വന്നതിനുള്ള പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. ഞാൻ അരമനയിൽ തന്നെ ഉണ്ടോ എന്നറിയാൻ വന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് ദേശം ഒന്നായിട്ട് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കൂടാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, നമ്മുടെ MP-മാർ, ജനപ്രതിനിധികൾ ആ സിസ്റ്റേഴ്സിനെ പോയി ആ ജയിലിൽ സന്ദർശിച്ചു എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. അവരോടുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ സവിനയം അറിയിക്കുന്നു. ഇപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് BJP നേതാക്കളുടെ ഇരട്ടത്താപ്പ്, അതാണ് പ്രധാനമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതായത് ക്രിസ്തുമസ് പോലുള്ള ദിവസങ്ങളിൽ അരമണിലെത്തി കേക്ക് കൊടുക്കുക, ലഡു കൊടുക്കുക, മോദി അടക്കം വന്ന് ഇത്തരം ചടങ്ങ് പങ്കെടുക്കുക. പക്ഷേ ഇതിനുശേഷം ചെയ്യുന്നത് ഇത്തരം ക്രൈസ്തവരോടുള്ള ഒരു വിരോധമുള്ള നടപടി ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം സന്ദർശനങ്ങളുള്ള ഇനി ഭാവിയിൽ എങ്ങനെയാണ് കാണുക? അത് ഇത്തരത്തിലുള്ള സന്ദർശനം വെറുക്കും, അതോടെ എന്തായിരിക്കും ഇനിയുള്ള സമീപനങ്ങൾ? കാരണം ഒരു ഇരട്ടത്താപ്പാണ് ശരിക്കും ചെയ്യുന്നത്. ഈ സിസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അവർ ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം? പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിൻ്റെ പൂർണ്ണത പറയാൻ കഴിയുക?
അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ ഈ സന്ദർശനങ്ങളെ ആ സംശയത്തോടെ കാണുകയുള്ളൂ, അതിനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, ഇത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. മറ്റൊരു കാര്യം, ഇപ്പോൾ നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം നിഷേധിക്കുന്നു, ഇപ്പോൾ സെഷൻസ് കോടതിയിലും ജാമ്യം നിഷേധിക്കുന്നു. ഇപ്പോൾ ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രയും ഗൗരവമായിട്ടുള്ള കുറ്റം ചെയ്തു എന്നുള്ളതാണ് ഒരു എഫ്ഐആർ അടക്കം എഴുതി വെച്ചിരിക്കുന്നത്. സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന കാര്യമാണ്, അതിനകത്ത് ഒരു എഫ്ഐആർ വരിക ഇരുപതിനാണ്. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഇതിൽ കൃത്യമായിട്ടുണ്ട്. ദിനേശ് പറഞ്ഞ വാചകം ഈ അറസ്റ്റിന്റെ പേരിലായിരിക്കും ഇനി നിലപാട് സ്വീകരിക്കാനുള്ളത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു പുറത്തുവച്ചതാണ്. അതായത് ഈ അങ്ങനെ ഒരു ജഡ്ജി, ഞാനത് കേട്ടില്ല, അങ്ങനെ ഒരു ജഡ്ജി പറഞ്ഞെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തോട് തുറന്നു പറയണം. നീതി പ്രവർത്തിക്കാൻ സാധിക്കാത്ത മേൽ സമ്മർദ്ദം എൻ്റെ മേൽ ഉണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകും, ക്ലിയറാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ കാസ പോലെയുള്ള ചില സംഘടനകൾ BJPയുടെ നിലപാട് ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളെടുത്ത നിലപാട് ശരിയാണെന്നും അവർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിരുന്നു. ഞാൻ സഭയുടെ പേരിലാണ് സംസാരിക്കുന്നത്, അതേക്കുറിച്ച് തന്നെ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അത് അവരുടെ അഭിപ്രായം പറയും. ലൈവ്